അമ്മു, എബിയാണ്. എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ അറ്റൻഡ് ചെയ്യില്ലെന്നറിയാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീ കട്ട് ചെയ്യരുത് പ്ലീസ്. സ്റ്റാഫ് റൂമിലിരുന്നാൽ മറ്റ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഫോണുമായി ഞാൻ പുറത്തേക്ക് നടന്നു. എബി തുടർന്നു. ഞാനിന്നലെ നാട്ടിലെത്തി. എനിക്ക് നിന്നെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. അതും ഇന്ന് തന്നെ. നീ ഹാഫ് ഡേ ലീവ് എടുക്കണം. ഉച്ചയ്ക്ക് മുന്നേ ഞാൻ അവിടെ എത്തും. സിലിയും റോയ് ചായനും ഉണ്ട് കൂടെ. മുന്നേ പറഞ്ഞ നീ എന്തെങ്കിലും പറഞ്ഞൊഴിവാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ എബി പറഞ്ഞു തീർത്തു. ഞാൻ വരില്ല. എനിക്കാരെയും കാണണ്ട. നീ വരും. എനിക്ക് പറയാനുള്ളത് കേൾക്കും. അടുത്ത മാസത്തേക്ക് സാങ്ഷൻ ആയിരുന്ന ലീവ് ക്യാൻസലാക്കി ഇപ്പോൾ ഞാൻ ഇത്രയും ദൂരം വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ കണ്ടിട്ടേ ഞാൻ പോകൂ. അതും പറഞ്ഞ് കോൾ കട്ടായി. നിറഞ്ഞു വരുന്ന കണ്ണുകൾ ആരും കാണാതെ ഇരിക്കാൻ കോഫി കുടിക്കാൻ എന്ന പേരിൽ ക്യാൻറ്റീനിലേക്ക് നടന്നു. കോഫിയുമായി ഒഴിഞ്ഞൊരു മൂലയിൽ സ്ഥാനം പിടിച്ചപ്പോഴേക്കും നൂല് പൊട്ടിയ പട്ടം പോലെ മനസ്സ് ഭൂതകാലത്തേക്ക് പറന്നിരുന്നു. അന്ന ഈപ്പൻ എന്ന അന്നമോനെയും സിലി തോമസ് എന്ന സില്ലിയുടെയും ഭൂതകാലത്തേക്ക്. മല കയറി കാട് വെട്ടിപ്പിടിക്കാൻ വന്ന കാലം തൊട്ട് അപ്പനും തോമാച്ചായനും ആത്മമിത്രങ്ങളാണ്. അവരുടെ ആ സൗഹൃദം മക്കളിലൂടെയും തുടർന്നു. LKG തൊട്ട് കൂടെ പഠിക്കുന്നതും കളിക്കുന്നതും കുരുത്തക്കേട് കാണിക്കുന്നതുമെല്ലാം ഞാനും സില്ലയും ഒരുമിച്ച്. അങ്ങനെ സ്നേഹിച്ചും തല്ലുകൂടിയും നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്ത് തോമാച്ചായൻ്റെ പെങ്ങടെ മോൻ എബിൻ മാത്യു ഞങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. +2 അഡ്മിഷൻ അമ്മാച്ചൻ്റെ വീടിനടുത്ത് കിട്ടിയ എബിയും പിന്നെ ഞങ്ങളിൽ ഒരാളായി. അന്നമ്മു എബിക്ക് അമ്മുവായിരുന്നു. കളിയും ചിരിയുമായി കാലം കടന്നുപോയി. എബി +2 കഴിഞ്ഞവൻ്റെ പാട്ടിനും പോയി. ഞാനും സില്ലയും 10 കഴിഞ്ഞ് +2 വരെ ഒന്നിച്ചായിരുന്നു. ശേഷം ഞാൻ നാട്ടിൽ ഡിഗ്രിക്കും അവളെ നേഴ്സിങ്ങിനും ബാംഗ്ലൂർക്കും പോയതോടെ വല്ലപ്പോഴുള്ള ഫോൺ കോളുകളായിരുന്നു ആശ്വാസം. അതിനിടയിൽ എബിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയെന്നും ട്രെയിനിങ്ങിന് പോയെന്നുമൊക്കെ അവളിലൂടെ അറിഞ്ഞു. പഠിത്തവും പുതിയ സൗഹൃദങ്ങളുമൊക്കെയായി ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. കാലം കടന്നുപോയി. PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് റോയ് ചായനുമായുള്ള സില്ലിയുടെ കല്യാണം. സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് കല്യാണത്തിന് അവൾ ഇളവ് തന്നു. പക്ഷേ എൻഗേജ്മെൻറ്റിന് ചെന്നേ പറ്റൂ. നാളുകൾ കൂടി പഴയ ടീമിനെയൊക്കെ കണ്ട ഓളത്തിലും ബഹളത്തിലും നടക്കുന്നതിനിടയിലാണ് അമ്മു ഓർമ്മയുണ്ടോ എന്ന ചോദ്യവുമായി 6 അടി പൊക്കത്തിൽ ഒരു മനുഷ്യൻ. രൂപവും ഭാവവും ഒക്കെ മാറിയിരുന്നെങ്കിലും അമ്മു എന്ന വിളിയിൽ തന്നെ ആളെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരേ ഒരാൾ എബിയാണല്ലോ. പറയാൻ വിശേഷങ്ങൾ ഏറെയായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞതും ഇപ്പോൾ ഹിമാചലിൽ പോസ്റ്റഡ് ആണെന്നും തുടങ്ങി ഞങ്ങളന്ന് പിരിഞ്ഞതിൽ പിന്നെയുള്ള ഒരുപാട് കഥകൾ. കോളേജ് കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് ഞാനും ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളിലൂടെ ആ ബന്ധം മുൻപോട്ട് പോകുന്നതിനിടയിൽ എക്സാം കഴിഞ്ഞൊരു ദിവസം ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം എബി തുറന്നു പറഞ്ഞു. അങ്ങനൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഞാൻ കൂളായി നോ പറഞ്ഞു. അധികം ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ അത് കഴിഞ്ഞു. PG റിസൾട്ട് വന്ന ഉടൻ തന്നെ പഠിച്ച കോളേജിൽ ഗസ്റ്റ് ലെക്ചററായി ഉദ്യോഗവും കിട്ടി. വീണ്ടും ഹോസ്റ്റൽ ജീവിതം. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് അമ്മച്ചിയുടെ കൂട്ടുകാരി ടെസി ആൻറ്റിയുടെ മകൻ കെവിനുമായുള്ള പ്രപ്പോസൽ വന്നപ്പോഴാണ്. ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ക്രിസ്മസിന് ലീവിന് വരുമ്പോൾ പെണ്ണ് കാണാൻ തീരുമാനിക്കുന്നു. എനിക്കൊഴിച്ചു എല്ലാവർക്കും സന്തോഷം. മനസ്സിലൊരു നീറ്റൽ, എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ. രണ്ടും കൽപ്പിച്ച് ചങ്കും ചങ്കിടിപ്പുമായ അപ്പനോട് എബി പറഞ്ഞതും ഞാൻ നിരസിച്ചതും ഇപ്പോൾ ഉള്ള നീട്ടലുമൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എബിയെ ഇഷ്ടമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അപ്പൻ്റെ ഉത്തരം. രണ്ടാളും സംസാരിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പന് വിരോധമില്ല. പഠിച്ചവരാണ്, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. ആദ്യം നിങ്ങൾ സംസാരിക്കൂ, ബാക്കി പിന്നെയല്ലേ. അപ്പൻ ധൈര്യം തന്നു. രണ്ടും കൽപ്പിച്ച് എബിയെ വിളിച്ചു. എനിക്ക് വന്ന പ്രപ്പോസലിനെ പറ്റി പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞൊരു ആശംസയുമായി എബിയുടെ മറുപടി. ഒപ്പം അവനും ചില പ്രപ്പോസൽസ് വരുന്നുണ്ടെന്നും വൈകാതെ കെട്ടണമെന്നും നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് വരാമെന്നുമൊക്കെ കേട്ടപ്പോൾ കലിയോടെ ഞാൻ ഫോൺ വെച്ചു. അതൊന്നും സെറ്റാകില്ലപ്പാ, അമ്മച്ചി പറഞ്ഞ ആലോചന തന്നെ നോക്കാം എന്ന അപ്പന് ഞാൻ മറുപടി കൊടുത്തു. എബിയെന്നെ വാശി പിടിപ്പിക്കാൻ ചെയ്തതാണെന്നും പറഞ്ഞ് തോമാച്ചായൻ്റെ വക ഡയറക്റ്റ് പ്രപ്പോസൽ വന്നിട്ടും നോ ആയിരുന്നു എൻ്റെ മറുപടി. ആലോചിക്കാൻ എല്ലാവരും പറഞ്ഞിട്ടും വാശിയായിരുന്നു എനിക്ക്. ആവശ്യമില്ലാത്ത വാശിയാണെന്നറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഒരു പക്വതയും കാണിക്കാതെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തെറ്റിദ്ധാരണ മാറ്റാൻ പലവട്ടം എബി ശ്രമിച്ചു. കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈഗോയിൽ പൊതിഞ്ഞു മറച്ചു പിടിച്ച ആ ഇഷ്ടം എനിക്കൊരിക്കലും മനസ്സമാധാനം തന്നിരുന്നില്ല. ഓരോന്നാലോചിച്ചിരുന്ന് സില്ലയുടെ കോൾ വന്നപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. അന്നമ്മേ, ഏതായാലും എബിചായൻ നിന്നെയും കൊണ്ടേ പോകൂ.
നിനക്ക് നന്നായി അറിയാം. ഇച്ചായനിപ്പോ അങ്ങോട്ട് വന്നാൽ സീനാകുവേ. രണ്ടാൾക്കും പറയാനുള്ളത് പറഞ്ഞു തീർക്കൂ. ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കാതെ, സിലി പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് അപ്പനെ വിളിച്ച് സമ്മതവും വാങ്ങി ഞാൻ കോളേജിന് പുറത്തേക്ക് നടന്നു. ദൂരെ നിന്ന് എബിയെ കണ്ടിട്ടും അവനെ ഒന്ന് നോക്കാൻ പോലും എൻ്റെ പിടിവാശി അനുവദിച്ചില്ല. ഞാൻ നിനക്കൊപ്പം ഇരിക്കും. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന റോയിച്ചായൻ്റെ അടുത്തേക്ക് കയറാൻ തുടങ്ങിയ സില്ലയുടെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ എബി മുന്നിലേക്ക് കയറി. ഞാനും അവളും പിന്നിലും. വാ തോരാതെ അവളും റോയിച്ചായനും സംസാരിച്ചെങ്കിലും ഞങ്ങൾ നിശബ്ദരായിരുന്നു. ഇച്ചായ, വണ്ടി നിർത്ത്. വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ എപ്പോഴോ എബി റോയിച്ചായനോടായി പറഞ്ഞു. വണ്ടി നിർത്തിയതും എബി ഇറങ്ങി വന്ന് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സില്ലയെ മുൻപിലേക്ക് അയച്ചു. എനിക്കൊപ്പം ഇരുന്നു. ഒന്നും മിണ്ടാതെ ഒരരികിലേക്ക് ചേർന്ന് ഞാൻ പുറം കാഴ്ചകളിൽ കണ്ണു നട്ടു. ക്ഷമ നശിച്ച് എബി എനിക്ക് നേരെ തിരിഞ്ഞു. ഡി ഉണ്ട മറിയേ, എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തത് കൊണ്ടൊന്നും അല്ല. ഭ്രാന്ത് പിടിക്കണ പോലെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. അന്ന് നീ ഫുൾ പാവാടയിട്ട് 2 ഭാഗത്തും മുടി പിന്നിയിട്ട് നടക്കുന്ന കാലത്ത് തുടങ്ങിയ ഇഷ്ടാ. അന്ന് തുറന്നു പറയാത്തത് അത് പ്രായത്തിൻ്റെ ചാബല്യാണോ എന്ന് തോന്നല്ല. എല്ലാം ഇവൾക്കറിയാം. പലവട്ടം ഇവൾ എന്നോട് പറഞ്ഞതാ. പക്ഷെ വേണ്ട, പഠിക്കട്ടെ, ജോലിയാകട്ടെ, പ്രേമിക്കാനും ജീവിക്കാനും ഒക്കെ സമയം ധാരാളം ബാക്കിയുണ്ട്. പക്ഷെ പഠിത്തത്തിൽ ഡിസ്ട്രക്ഷൻ വന്നാൽ നീ എനിക്കുള്ളതാണെന്നൊരു കോൺഫിഡൻസ് എന്തോ എനിക്കുണ്ടായിരുന്നു. നീ വേറെ ആരെയെങ്കിലും പ്രേമിച്ചാലോ എന്നൊക്കെ ഇവള് പറഞ്ഞെന്നെ ഇളക്കിയിട്ടും എന്തോ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നു. നിന്റെ മനസ്സിൽ നിന്ന് എന്നോടുള്ള ഇഷ്ടം തോണ്ടി പുറത്തിടാനാ ഞാനന്ന് നീ വിളിച്ചപ്പോൾ അങ്ങനെയൊക്കെ. പൊന്നുമോളെ, 16ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ പെണ്ണിൻ്റെ മുഖം എന്നത് എനിക്ക് നിന്റെ ഈ ഉണ്ട മുഖമാണ്. നിന്നെ എന്നെക്കാൾ മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ ആർക്കും പറ്റത്തില്ലടി. അത്രയ്ക്ക്. ഇതിൽ കൂടുതൽ മനസ്സ് തുറന്ന് കാണിക്കാനും പൈങ്കിളിയാകാനൊന്നും എനിക്കറിയത്തില്ല. ആ പറഞ്ഞതൊന്നും പെട്ടെന്നൊരു വികാരത്തിൻ്റെ പുറത്തുള്ള പ്രകടനമല്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം എബി തുടർന്നു. അമ്മു, സോറി മോളെ. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ. ഇനി നീ തീരുമാനിച്ചോ. നിന്റെ തീരുമാനം എന്തു തന്നെയായാലും എൻ്റെ മനസ്സ് നിന്നെ അറിയിച്ചു എന്ന സമാധാനം എനിക്കുണ്ടല്ലോ, അത് മതി. സിലി, ഇങ്ങോട്ടേക്കിരുന്നോ. ഇവളെ ഹോസ്റ്റലിൽ വിട്ടേച്ച് നമുക്ക് പോകാൻ ചായ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ എബിയുടെ കയ്യിൽ ഞാൻ ഇറുക്കി പിടിച്ചു. നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചും പിടഞ്ഞു. ഉള്ളിലുള്ള ഈഗോയും വാശിയും എല്ലാം കളഞ്ഞ് ഞാൻ ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കുറ്റബോധം കൊണ്ട് തേങ്ങിക്കരഞ്ഞു. ചുറ്റിപ്പിടിച്ചെന്നെ നെഞ്ചോട് ചേർക്കുമ്പോൾ ആ കണ്ണുകളും തുളുമ്പുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ് സില്ല ചുമച്ചപ്പോൾ അകന്നു മാറാൻ നോക്കിയ എബിയെ വിടാതെ ഞാൻ കൂടുതൽ ഇറുക്കി പിടിച്ചു. ആ നെഞ്ചിലൊന്ന് പല്ലമർത്തി സ്നേഹം കാണിച്ചു. അതുകൂടെ ആയപ്പോൾ സ്നേഹം നിറഞ്ഞ് ശ്വാസം മുട്ടിപ്പോകുന്ന ഒരവസ്ഥയില്ലേ, പറയാനും എഴുതാനുമാകില്ല. അനുഭവത്തിൽ മാത്രം വരുന്നൊരവസ്ഥ. ഇനി എത്ര പിച്ചും മാന്തം കടിയുമെല്ലാം കിട്ടാനിരിക്കുന്നു. ഹാ, എബിച്ചൻ്റെ വിധി. ചിലരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഈ പറഞ്ഞതൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ധാരാളം കിട്ടിയവളുടെ വക കമൻറ്റ്. എത്ര നേരം എബിയോട് പറ്റിച്ചേർന്ന് അങ്ങനെ ഇരുന്നുവെന്ന് എനിക്കറിയില്ല. രണ്ടാളും ഈ ഇരിപ്പിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല മോളെ എന്ന് പറഞ്ഞെന്നെ പിടിച്ചു വലിച്ച ആ കുശുമ്പിയെ തള്ളി മാറ്റി ഞാൻ വീണ്ടും ആ നെഞ്ചോട് ചേർന്നു. ഈ പ്രേമം ഇത്ര പൈങ്കിളിയാണോ എന്ന് ചോദിച്ച സില്ലിയെ ഞാൻ അവഗണിച്ചു. ആ നിമിഷത്തിൽ ആരും ഒന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. നിന്നെ ഇവിടെ വിട്ടേച്ചിനി ഞാൻ എങ്ങനെ തിരിച്ചു പോകും പെണ്ണേയെന്ന് കുസൃതിയോടെ ചോദിച്ച് എൻ്റെ നെറുകയിലവൻ ചുണ്ടു ചേർത്തു. ഇത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ച സ്നേഹം ഒളിച്ചു വെച്ചാണോ കൊച്ചെ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്ന് ചോദിച്ചു റോയിച്ചായനും കളിയാക്കി. പിടിവാശി വെച്ച് രണ്ടാളും 2 ജീവിതത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇച്ചായൻ പറഞ്ഞപ്പോൾ കുറ്റബോധത്തോടെ മുഖം കുനിച്ചിരിക്കാനേ എനിക്കായുള്ളൂ. അല്ലിച്ചായ, എന്നതാണേലും പെണ്ണ് കാണൽ നടന്നാൽ പോലും അടുത്ത മാസം ഇച്ചായൻ വരുന്നതിന് മുന്നേ ഒന്നും ഇവളെ ആരും കെട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നു. പിന്നെ എന്നാത്തിനായിരുന്നു ഈ ഓട്ടപ്പാച്ചിൽ? സില്ല ചോദിച്ചപ്പോൾ മറുപടി അറിയാനുള്ള കൗതുകത്തോടെ ഞാനും ആ മുഖത്തേക്ക് നോക്കി. ഒരു പെണ്ണിനെ വന്ന് കണ്ടിഷ്ടപ്പെടുമ്പോൾ തൊട്ട് ആണിൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ മുള പൊട്ടാൻ തുടങ്ങും. വിവാഹം ഉറപ്പിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണപ്പന്തലിൽ നിന്നൊക്കെ വേറൊരാൾക്കൊപ്പം പോകുന്നത് സിനിമയിലും കഥയിലും ഒക്കെ കാണാനും വായിക്കാനും ഒക്കെ സുഖം കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നവൻ്റെ മാനസിക ബുദ്ധിമുട്ട്, പ്രേമവും തല്ലും വഴക്കുമൊക്കെ നമ്മുടെ കാര്യം. അതിന് മറ്റൊരാളെ ബലിയാടാക്കണോ? അതുകൊണ്ട് തന്നെയാ മോഹിപ്പിച്ച് ഒരാളെ വഞ്ചിക്കരുത് എന്ന് കരുതി തന്നെയാ ഞാൻ ഓടി വന്നത്. എനിക്കറിയാമായിരുന്നു
ഞാനൊന്ന് നേരിട്ട് സംസാരിച്ചാൽ തീരുന്ന വാശിയെ ഇവൾക്കുള്ളൂ എന്ന്. അതിനിടയിലേക്ക് വേറൊരാളെ വലിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. പിന്നെ എൻ്റെ പെണ്ണങ്ങനെ മറ്റൊരുത്തൻ്റെ മുൻപിൽ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് കരുതിക്കോ. അതിലെൻ്റെ സ്വാർത്ഥത കൂടി ഉണ്ടെന്ന് വെച്ചോ. എബിയുടെ ഓരോ വാക്കും പിടിവാശി കൊണ്ട് മൂടിപ്പോയ എൻ്റെ മനസ്സിലേക്ക് കുത്തിത്തറയ്ക്കുകയായിരുന്നു. ശേഷം വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എബിയുടെ ഈ വരവ് ആത്മസ്നേഹിതന്മാരുടെ കൂടെ അറിവോടെ ആയിരുന്നു എന്ന് മനസ്സിലായത്. എന്നതായാലും എല്ലാവരും ഹാപ്പി. കളിയും ചിരിയും കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെ ഹോസ്റ്റലിലാക്കി എബി മടങ്ങിയത്. എൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ എബിയുടെ വാക്കുകളായിരുന്നു മനസ്സിൽ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ ഇമോഷൻസ് ഇട്ട് തട്ടിക്കളിക്കരുതെന്നൊരു വലിയ പാഠമായിരുന്നു എബി പകർന്നു തന്നത്. എല്ലാ ഈഗോയും വലിച്ചെറിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രണയാർദ്രമായ മനസ്സുമായി ഞാൻ മുന്നോട്ട് നടന്നു. എബിയുടെ സ്വന്തം, അവൻ്റെ മാത്രം അമ്മുവായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.